കുഴൽപ്പണക്കേസിൽ ബി.ജെ.പി. മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷ് 24-നോട് അന്ന് നടത്തിയ ആ നിർണായക വെളിപ്പെടുത്തലിൽ പിന്നീട് വലിയ വിവാദങ്ങൾ ഉണ്ടാകുന്നു. അന്വേഷണ സംഘം ഇന്ന് തിരൂർ സതീഷിന്റെ മൊഴി രേഖപ്പെടുത്തുന്ന ദിവസമാണ്. ഇരിങ്ങാലക്കുട അഡീഷണൽ സെഷൻസ് കോടതിയിൽ നിന്ന് കേസിൽ തുടരന്വേഷണത്തിന് അനുമതി ലഭിച്ചതോടെയാണ് മൊഴിയെടുക്കുന്നത്. അന്വേഷണ സംഘം തൃശൂർ പോലീസ് ക്ലബ്ബിൽ പ്രത്യേക യോഗവും ചേരുന്നുണ്ട്. സൂരജിനോട് ചോദിക്കാം. സൂരജ് സജി അവിടെ തയ്യാറായി നിൽക്കുന്നുണ്ട്. സൂരജ് സജി, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഒരു നിർണായക ദിനമാണ്. ഒരു തുടരന്വേഷണം ഈ കുടകര കുഴൽപ്പണ കേസിൽ ഉണ്ടാവുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആ വെളിപ്പെടുത്തൽ, പുതിയ വെളിപ്പെടുത്തൽ 24-ലൂടെ നടത്തിയ തിരൂർ സതീഷിന്റെ മൊഴിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് മുൻപായിട്ട് ഈ അന്വേഷണ സംഘം യോഗം ചേരുന്നുണ്ട്. നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്? നേരത്തെ ഈ കേസ് അന്വേഷിച്ചപ്പോൾ തന്നെ മിസ് ചെയ്ത ചില ലിങ്കുകളുണ്ട്. അതൊക്കെ ഒന്നുകൂടി മനസ്സിലാക്കുക. വേറെ റൂട്ടിലേക്കായിരിക്കുമോ അന്വേഷണ സംഘത്തിന്റെ നീക്കം? പ്രജിൻ, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർണായക നീക്കത്തിലേക്കാണ് ഇപ്പോൾ അന്വേഷണ സംഘം കടന്നിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരൂർ സതീഷ് നടത്തിയ വെളിപ്പെടുത്തലാണ് ഒരു തുടരന്വേഷണത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിച്ചിരിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ബി.ജെ.പി. ഓഫീസിലേക്ക് ചാക്കുകളിൽ കോടിക്കണക്കിന് രൂപ എത്തിച്ചുവെന്നായിരുന്നു തിരൂർ സതീഷ് 24-നോട് നടത്തിയ വെളിപ്പെടുത്തൽ. ഈ പണം എത്തിച്ച കോഴിക്കോട് സ്വദേശി ധർമ്മരാജൻ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനുമായും ജില്ലാ അധ്യക്ഷനുമായും കൂടിക്കാഴ്ച നടത്തിയെന്നും 24-ലൂടെ ധർമ്മരാജൻ വെളിപ്പെടുത്തി. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് സർക്കാർ ഒരു തുടരന്വേഷണത്തിന് ഉത്തരവിടുന്നത്. പിന്നീട് കോടതിയെ സമീപിക്കുകയായിരുന്നു. ഈ കോടതിയിൽ നിന്ന് അനുമതി ലഭിച്ച പശ്ചാത്തലത്തിൽ ഇനി ദ്രുതഗതിയിൽ അന്വേഷണത്തിലേക്ക് കടക്കാനാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് തന്നെ ഈ തിരൂർ സതീഷിന്റെ മൊഴി രേഖപ്പെടുത്താനുള്ള തീരുമാനത്തിലേക്ക് പോലീസ് എത്തിയത്. അതോടൊപ്പം തന്നെ ഇന്ന് രാവിലെ 11 മണിക്കാണ് മൊഴി രേഖപ്പെടുത്തുന്നത്. അതിനോട് മുന്നോടിയായി തന്നെ അന്വേഷണ സംഘത്തിന്റെ ആദ്യ യോഗം തൃശൂർ പോലീസ് ക്ലബ്ബിൽ ചേരുകയും ചെയ്യും. അതിനുശേഷമായിരിക്കും തുടർ നടപടികളുമായി മുന്നോട്ട് പോവുക. തിരൂർ സതീഷിന്റെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം ഈ മൊഴിയിൽ പരാമർശിക്കുന്ന ആളുകളെ ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കടക്കും എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനടക്കം വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്തേക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന സൂചന.